സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള വേരിയസ് പോസ്റ്റുകളിലേക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലികൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് ആവശ്യമാണ്. സോ ഗൂഗിളിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഹോം പേജ് ഓപ്പൺ ആയി വരും. അതിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് നമുക്ക് ആവശ്യമായ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി പുതിയൊരാളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ന്യൂ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരും. രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, പിന്നെ ഒരു ഡിക്ലറേഷൻ ഭാഗം വരുന്നുണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ കാൻഡിഡേറ്റ്സ് നെയിം, ഐഡന്റിഫിക്കേഷൻ, കോണ്ടാക്ട് എന്നീ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആധാർ ഡീറ്റെയിൽസ് കൊടുക്കുക. കാൻഡിഡേറ്റ്സ് നെയിം കൊടുത്തതിന് ശേഷം ആധാറിലുള്ള അതേ ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും മാറാൻ പാടില്ല. കാരണം ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് എല്ലാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തെറ്റായി കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് യൂസർ നെയിം പാസ്വേഡ് ലഭിച്ച് ഫർദർ ആവശ്യമുള്ള പോസ്റ്റ് ഏതാണോ ഡിക്ലറേഷനും കൂടെ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. ഇത്രയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കേണ്ട സ്റ്റെപ്പ്.